എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു റൈസാണ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും, കേർഡ് റൈസ്. തമിഴ്നാട്ടിലൊക്കെ വളരെ പ്രസിദ്ധമായ ഒന്നാണ് തൈര് സാദം എന്ന് പറയും. അപ്പോൾ അതാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് അരി വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇത് ഒരു 10-15 മിനിറ്റ് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം കുക്കറിലിട്ട് വേവിക്കുക. അപ്പോൾ നന്നായിട്ട് വേവണം. ചിലരൊക്കെ ഇത് ചോറ് വെച്ചതിന് ശേഷം ഉടച്ചെടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് നന്നായിട്ട് വെന്താൽ മാത്രം മതി. അപ്പോൾ നമുക്കിത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം വേവിച്ചെടുക്കാം. അപ്പോൾ കേർഡ് റൈസിനുള്ള ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കടുക് വറുക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ കടുക് വറുക്കാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 2 പച്ചമുളക്, പിന്നെ വറ്റൽമുളക്, പിന്നെ പൊട്ടുകടല. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇതിനകത്തേക്ക് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്, മല്ലിയില. അപ്പോൾ എനിക്കിതിപ്പോൾ മല്ലിയില ഇവിടെ കിട്ടാനില്ല, അതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചേർക്കണം, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ. അപ്പോൾ ഇതിലേക്ക് കടുകിടാം. ഇത് ഇഞ്ചി അരിഞ്ഞു വെച്ചത്, പൊട്ടുകടല, ചിലരൊക്കെ കേർഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ക്യാരറ്റൊക്കെ ഇടുന്നത് കണ്ടിട്ടുണ്ട്. എനിക്കറിയില്ല, ഞാനിങ്ങനെ ക്യാരറ്റൊന്നും ഇട്ടത് കഴിച്ചിട്ടില്ല. ശരിക്കുള്ള കേർഡ് റൈസിൽ ക്യാരറ്റൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ എന്തൊക്കെ ചേർക്കണം എന്നൊക്കെ ഉള്ളത്. ഞാൻ കൂടുതലും കേർഡ് റൈസ് കഴിച്ചിട്ടുള്ളത് തമിഴ്നാട്ടിലാണ്. അപ്പോൾ അവിടെ ഈ സാധനങ്ങളൊക്കെ തന്നെയാണ് ഇട്ട് തന്നിട്ടുള്ളത്. അതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ട് ഇവിടെ കേർഡ് റൈസ് ഉണ്ടാക്കാറുണ്ട്. എല്ലാ ആഴ്ചയിലും ഒരു ദിവസം കാണുന്നത്. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ചോറ് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി വെച്ച് തീ ഓഫ് ചെയ്തതിന് ശേഷം ചോറൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം മാത്രമാണ് തൈര് ഒഴിക്കുന്നത്. ചോറ് കൂടി ചേർത്ത് ഇളക്കി വയ്ക്കുക. തണുത്തതിന് ശേഷം തൈര് ഒഴിക്കാം. ചോറിട്ട് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. സിമ്പിളല്ലേ ഉണ്ടാക്കാൻ. നമുക്ക് പെട്ടെന്ന് തന്നെ കേർഡ് റൈസ് റെഡിയാക്കാം. എന്തെങ്കിലും ഒരു കറി, ചമ്മന്തിപ്പൊടിയോ ചമ്മന്തിയോ അല്ലെങ്കിൽ അച്ചാറോ എന്ത് കൂട്ടി വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ജോലി വളരെ കുറവാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. പിന്നെ തൈര് ഒഴിച്ചതിന് ശേഷം വേണമെങ്കിൽ ചേർത്താൽ മതി. സാധാരണ ഇടുന്നതിലും കുറച്ച് കൂടുതൽ ഇടേണ്ടി വരും, കാരണം തൈര്
കുറച്ച് കഴിയുമ്പോൾ ചെറുതായിട്ട് പുളിക്കുമല്ലോ. നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു മല്ലിയില ഇഷ്ടമുള്ളവർ ചേർക്കണം. എനിക്ക് മല്ലിയില ഇപ്പോൾ കിട്ടാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് ഇരിക്കട്ടെ. ചെറിയതായിട്ട് ചൂടൊന്ന് മാറിയതിന് ശേഷം മാത്രം തൈര് ഒഴിക്കാം. ഇതിലേക്ക് തൈര് ചേർക്കാം. കുറച്ച് തൈര് നിങ്ങൾ മാറ്റി വയ്ക്കണം. കാരണം ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നതെങ്കിൽ ഇത് ഇളക്കി വെച്ചതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ കട്ടിയായിട്ടിരിക്കും. അപ്പോൾ ആ തൈര് കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി. എനിക്ക് ഭയങ്കര കട്ടിയായിട്ടിരിക്കുന്ന ഇഷ്ടമല്ല. ഉപ്പുണ്ടോ നോക്കട്ടെ. കുറച്ചുകൂടി ഇടണം. എൻ്റെ മോളിവിടെ ഒന്ന് ചിരിക്കാണേ. ഇപ്പം നമ്മുടെ തൈര് സാദം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കേർഡ് റൈസ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ചും കൂടി തൈര് ഒഴിക്കണം. അത് അല്പസമയം കഴിഞ്ഞിട്ട് ഒഴിച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. അപ്പോൾ അരി വേവിക്കുക, അരി നന്നായിട്ട് വേവിച്ചെടുക്കുക, കടുക് വറുക്കുക, തൈര് ഒഴിക്കുക, ചോറിടുക, ഇളക്കുക, കഴിക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ.